ഹായ് ഫ്രണ്ട്സ്, നമുക്ക് അടുത്തതായിട്ട് എന്താണ് നേസൽ ഡ്രോപ്പ് എന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ എന്താണ് ഇയർ ഡ്രോപ്സ് എന്ന് നോക്കി. നമുക്കിനി എന്താണ് നേസൽ ഡ്രോപ്പ് എന്ന് പഠിക്കാം. These are aqueous solutions of drops that are instilled into nose with a dropper. നമ്മുടെ ഇയർ ഡ്രോപ്സിൽ എന്താ പറഞ്ഞത്? These are solutions of drop ആയിരുന്നു, instilled into ear ആയിരുന്നു. ഇവിടെ പറയുമ്പോൾ these are aqueous solutions of drops ആണ്, that are instilled into nose. നമ്മളത് കമ്പയർ ചെയ്ത് പഠിക്കണേ വിത്ത് എ ഡ്രോപ്പർ. അപ്പോൾ നേസൽ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ those are aqueous solutions of drop that are instilled into the nose with a dropper. അതാണ് എന്തെന്ന് നേസൽ ഡ്രോപ്സ് എന്ന് പറയുന്നത്. The oily vehicle is not used nowadays because oily drops inhibit the movement of cilia in the nasal mucosa, and if used for the long periods may reach the lungs and causes lipoid pneumonia. ഓയിലി വെഹിക്കിൾ ഉപയോഗിക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ അത് ഇൻഹിബിറ്റ് ചെയ്യുന്നു. എന്ത്? മൂവ്മെൻറ്റ് ഓഫ് സിലിയനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. എവിടെ? നേസൽ മ്യൂക്കോസയിലുള്ള സിലിയയുടെ മൂവ്മെൻറ്റിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ഒത്തിരി നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? ലിപ്പോയിഡ് ന്യൂമോണിയ ഉണ്ടാവും. ലങ്സിൽ ചെന്നിട്ട് എന്ത് പറ്റും? അതിന് ലിപ്പോയിഡ് ന്യൂമോണിയ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓയിലി വെഹിക്കിള് ഒത്തിരി ഇപ്പോഴത്തെ കാലത്ത് ഒത്തിരി ഓയിലി വെഹിക്കിൾസ് ഉപയോഗിക്കുന്നില്ല. നെക്സ്റ്റ് പോയിന്റ്, നേസൽ ഡ്രോപ്പ് ഷുഡ് ബി ഐസോട്ടോണിക് വിത്ത് 0.9% സോഡിയം ക്ലോറൈഡ്, ഹാവിംഗ് ന്യൂട്രൽ pH ആൻഡ് വിസ്കോസിറ്റി സിമിലർ ടു നേസൽ സെക്രീഷൻസ് ബൈ യൂസിങ് 0.5% ഓഫ് മീഥൈൽസെല്ലുലോസ്. അപ്പോൾ നേസൽ ഡ്രോപ്പ് എന്തായിരിക്കണം? ഐസോട്ടോണിക് ആയിരിക്കണം. എന്തുമായിട്ട്? 0.9% സോഡിയം ക്ലോറൈഡുമായിട്ട് ഐസോട്ടോണിക് ആയിരിക്കണം. അതേപോലെ തന്നെ ന്യൂട്രൽ pH ആയിരിക്കണം. വിസ്കോസിറ്റി എന്തായിരിക്കണം? സിമിലർ ടു നേസൽ സെക്രീഷൻ. വിസ്കോസിറ്റി നേസൽ സെക്രീഷൻസുമായിട്ട് സിമിലർ ആയിരിക്കണം. അതെങ്ങനെയാക്കുന്നതെന്ന് വെച്ചാൽ യൂസിങ് 0.5% മീഥൈൽസെല്ലുലോസ് ഉപയോഗിച്ചിട്ടാണ് അത് സിമിലർ ആക്കുന്നത്. The buffering capacity of nasal mucosa is quite low and strong alkali solution can cause considerable damage to cilia. The buffering capacity of mucosa is quite ഭയങ്കര സ്ലോ ആണ്. അതുകൊണ്ട് സ്ട്രോങ് ആൽക്കലി സൊല്യൂഷൻ ക്യാൻ കൺസിഡറബിൾ ഡാമേജ് ടു സിലിയ. ബഫറിങ് കപ്പാസിറ്റി ഓഫ് നേസൽ മ്യൂക്കോസയുടെ ബഫറിങ് കപ്പാസിറ്റി കുറവായതുകൊണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ആൽക്കലി സൊല്യൂഷൻസ് എന്ത് പറ്റും? അതൊരു കൺസിഡറബിൾ ആയിട്ട് ഡാമേജ് ഉണ്ടാക്കും, സിലിയയ്ക്കൊരു ഡാമേജ് ഉണ്ടാക്കും. ടു പ്രിവെൻറ്റ് ദിസ് ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു യൂസ് എ ഫോസ്ഫേറ്റ് ബഫർ ഓഫ് pH 6.5 as a vehicle. ഇത് സ്ട്രോങ് ആയിട്ടുള്ള ആൽക്കലി സൊല്യൂഷൻ ഉപയോഗിക്കുമ്പോൾ അത് സിലിയനെ ഡാമേജ് ആക്കുന്നതുകൊണ്ട് ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു യൂസ് എ ഫോസ്ഫേറ്റ് ബഫർ ഓഫ് pH 6.5. pH 6.5 ആയിട്ടുള്ള ഫോസ്ഫേറ്റ് ബഫർ ആണ് നമ്മൾ ഇവിടെ വെഹിക്കിളായിട്ട് ഉപയോഗിക്കുന്നത്. നേസൽ പ്രിപ്പറേഷൻ മസ്റ്റ് നോട്ട് ഇൻ്റർഫിയർ വിത്ത് ദ ക്ലീനിങ് ആക്ഷൻ ഓഫ് എപ്പിത്തീലിയൽ സിലിയ ഓഫ് നേസൽ മ്യൂക്കോസ. നേസൽ മ്യൂക്കോസയിലുള്ള എപ്പിത്തീലിയൽ സിലിയയുടെ ക്ലീനിങ് ആക്ഷന് നമ്മുടെ നേസൽ പ്രിപ്പറേഷൻസ് ഒരിക്കലും ഇൻ്റർഫിയർ ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ നേസൽ പ്രിപ്പറേഷൻ മസ്റ്റ് നോട്ട് ഇൻ്റർഫിയർ വിത്ത് ക്ലീനിങ് ആക്ഷൻ ഓഫ് എപ്പിത്തീലിയൽ സിലിയ ഓഫ് നേസൽ മ്യൂക്കോസ. അടുത്തത് നേസൽ ഡ്രോപ്സിൻ്റെ കണ്ടെയ്നേഴ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. എങ്ങനെയുള്ള കണ്ടെയ്നേഴ്സിലാണത് ഡിസ്പെൻസ് ചെയ്യുന്നത്? നേസൽ ഡ്രോപ്സ് ആർ ഡിസ്പെൻസ്ഡ് ഇൻ കളേർഡ് ഫ്ലൂട്ടഡ് ബോട്ടിൽസ് ഫിറ്റഡ് വിത്ത് എ ഡ്രോപ്പർ ഓർ ഇൻ സ്യൂട്ടബിൾ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്. നേസൽ ഡ്രോപ്സ് നമ്മൾ ഡിസ്പെൻസ് ചെയ്യുന്നത് കളേർഡ് ആയിട്ടുള്ള ഒരു ഫ്ലൂട്ടഡ് കണ്ടെയ്നേഴ്സ് ബോട്ടിൽസിലാണ്. നമ്മളത് ഫിറ്റഡ് വിത്ത് ഡ്രോപ്പറും കൂടെ ഉള്ള ഒരു കളേർഡ് ആയിട്ടുള്ള ഫ്ലൂട്ട് ബോട്ടിൽസിലാണ് നമ്മൾ നേസൽ ഡ്രോപ്സ് ഡിസ്പെൻസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലും ഡിസ്പെൻസ് ചെയ്യാറുണ്ട്. ലേബലിംഗ് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത്? ദ കണ്ടെയ്നർ ഷുഡ് ബി ലേബിൾഡ് ഫോർ എക്സ്റ്റേണൽ യൂസ് ഉള്ളൂ. നമ്മൾ എക്സ്റ്റേണലല്ലോ ഇത് ഉപയോഗിക്കുന്നത്. അപ്പം എക്സ്റ്റേണൽ യൂസ് ഉള്ളതെന്ന് നമ്മൾ നോട്ട് ചെയ്യണം.
അതേപോലെ അതിൻ്റെ സ്റ്റോറേജ് നമുക്ക് നോക്കാം. നേസൽ ഡ്രോപ്പ് ഷുഡ് ബി സ്റ്റോർഡ് ഇൻ കൂൾ പ്ലേസ്. ഈ നേസൽ ഡ്രോപ്പ് നമ്മളെപ്പോഴും കൂൾ പ്ലേസിലായിരിക്കണം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സാമ്പിൾ ഓഫ് നേസൽ പ്രിപ്പറേഷൻസ് നമുക്ക് നോക്കാം. പ്രിപ്പയർ ആൻഡ് ഡിസ്പെൻസ് 10 ml ഓഫ് എഫ്യൂഡിൻ നേസൽ ഡ്രോപ്സ് BPC. എഫ്യൂഡിൻ നേസൽ ഡ്രോപ്സ് BPC. എഫ്യൂഡിൻ ഹൈഡ്രോക്ലോറൈഡ് 0.5 gram വേണം. അതുപോലെ ക്ലോറോബ്യൂട്ടോൾ 0.5 gram. സോഡിയം ക്ലോറൈഡ് 0.5 gram. വാട്ടർ ടു പ്രൊഡ്യൂസ് 1000 ml. താങ്ക് യു ഓൾ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഓൾ.